ഈ വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് പ്രാദേശിക CPM നേതൃത്വവും ആരോപിക്കുന്നത്. കോൺഗ്രസ് നേതാവ് പ്രതിയായ കേസിൽ, അതും DCC ജനറൽ സെക്രട്ടറി പ്രതിയായ കേസിൽ കോടതിക്ക് മുന്നിൽ വസ്തുതകൾ അവതരിപ്പിക്കാൻ പോലീസിനായില്ലെന്നാണ് CPM നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറി T. ശ്രീകുമാർ പറഞ്ഞത്. എറണാകുളത്തെ MP-യുടെ വീട്ടിലാണ് ജോസ് ഒളിവിൽ കഴിഞ്ഞതെന്ന ഗുരുതര ആരോപണവും CPM-ന്റെ ഈ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാന നേതാക്കളാണ് സൗകര്യമൊരുക്കിയത്. മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വമാണെന്നും CPM ആരോപിക്കുന്നു. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ജോസ് ഫ്രാങ്ക്ലിനുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്നുവെന്ന് അവർ ബൈബിളിൽ ഒരു കുറിപ്പും തയ്യാറാക്കി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് വീട്ടിൽ പോലീസ് സെർച്ച് ചെയ്ത് ഈ കുറിപ്പ് കണ്ടെടുത്ത വിവരം ജോസ് ഫ്രാങ്ക്ലിനെ അറിയിക്കുന്നത്. അവിടെ നിന്ന് ജോസ് ഫ്രാങ്ക്ലിൻ മുങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം അയാൾ തിരുവനന്തപുരത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ഒരു MP-യുടെ വസതിയിലായിരുന്നു അദ്ദേഹം ഇതുവരെ തങ്ങിയിരുന്നു എന്നുള്ളതാണ് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾ. ഇപ്പോൾ അവർക്ക് ജാമ്യം കിട്ടിയത് മനസ്സിലാകുന്നുണ്ട്. ആ ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരി അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതിൻ്റെ അപ്പീൽ ബോധിപ്പിച്ച് ജാമ്യം റദ്ദ് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വമാണ്. ആഷൻ ഡിയാഗോ ഉണ്ട് നമുക്കൊപ്പം. ആഷൻ ഡിയാഗോ, ഈ വീട്ടമ്മയുടെ മകൻ പറയുന്നു പോലീസിന് വീഴ്ച പറ്റി. CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹി തന്നെ പറയുന്നു പോലീസിന് വീഴ്ച പറ്റി. ഈ ഫ്രാങ്ക്ലിനെ താമസിപ്പിച്ചിരുന്നത് എറണാകുളത്തെ ഒരു MP-യുടെ വീട്ടിലാണ് എന്നുള്ളൊരു ആരോപണവും CPM ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ഈ വിഷയത്തിൽ ഈ കോൺഗ്രസിന്റെ DCC-യുടെ ജനറൽ സെക്രട്ടറി ഫ്രാങ്ക്ലിന് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്തു പോലീസ് എന്നാണോ മനസ്സിലാക്കുന്നത്? ആഷൻ ഡിയാഗോ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പോലീസിനെതിരെ ഉയരുന്നത്. ഒരു ഭാഗത്ത് ഈ മരിച്ച വീട്ടമ്മയുടെ മകൻ തന്നെ പോലീസിനെതിരെ എത്തുന്നു. മറുഭാഗത്ത് ഭരണത്തിലുള്ള പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം തന്നെ ഈ പോലീസിന്റെ അന്വേഷണത്തെയും അതുപോലെ തന്നെ പോലീസിന്റെ നടപടികളെയും, ആദ്യഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികളെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നു. മകന്റെ ആരോപണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ, അതായത് ഈ ഒരു അപകടം നടന്ന സംഭവം, ഈ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സമയം മുതൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുമെല്ലാം തന്നെ ഈ ജോസ് ഫ്രാങ്ക്ലിൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ബൈബിളിനുള്ളിൽ നിന്നും ഈ ഒരു സൂയിസൈഡൽ നോട്ട്, ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുമ്പോൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും ഈ മകനും അനിയത്തിയുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സാക്ഷികളായി 2 നാട്ടുകാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതേ സമയം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുണ്ട് എന്നുള്ള വിവരവും പോലീസ് തന്നെ ഈ ജോസ് ഫ്രാങ്ക്ലിന് ചോർത്തി നൽകി എന്നുള്ളതാണ് ഈ മകൻ ആരോപിക്കുന്നത്. കാരണം മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള വഴി, അതായത് ഈ അപകടം നടന്ന വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു ജോസ് ഫ്രാങ്ക്ലിൻ ഉണ്ടായിരുന്നത്. പോലീസിൽ നിന്നും ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ ബാലരാമപുരത്ത് എത്തിയ ഈ വാഹനത്തിൽ നിന്നും ഈ ജോസ് ഫ്രാങ്ക്ലിൻ പുറത്തേക്കിറങ്ങി പിന്നീട് ഒളിവിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പോലീസിന് വേണമായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഈ ജോസ് ഫ്രാങ്ക്ലിനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാമായിരുന്നു. പകരം ഈ ജോസ് ഫ്രാങ്ക്ലിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി നൽകുകയാണ് പോലീസ് ചെയ്തത് എന്നുള്ളതാണ് ഈ മകൻ ആരോപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജോസ് ഫ്രാങ്ക്ലിൻ ഇത്തരത്തിൽ പുറത്തിറങ്ങി നടക്കുന്നത് തനിക്കും തന്റെ അനുജത്തിക്കും ഭീഷണിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ മകൻ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണത്തിലെ അതൃപ്തി മുഖ്യമന്ത്രിക്കും DGP-ക്കും അടക്കം ഇപ്പോൾ രേഖാമൂലം പരാതിയായി നൽകി അറിയിക്കാനുള്ള തീരുമാനത്തിലാണ് കുടുംബം എത്തിയിട്ടുള്ളത്. അതേ ഭാഗത്ത് തന്നെ CPM പ്രാദേശിക നേതൃത്വവും ഇപ്പോൾ പോലീസിനെതിരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു പടി കൂടി കടന്ന് ഒരു രൂക്ഷമായ വിമർശനം, ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ജോസ് ഫ്രാങ്ക്ലിൻ എറണാകുളത്തെ ഒരു MP-യുടെ വസതിയിലായിരുന്നു ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CPM പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ടാണ് ഈ ജോസ് ഫ്രാങ്ക്ലിനെ, ഈ കുറ്റാരോപിതനായ ജോസ് ഫ്രാങ്ക്ലിനെ ഒളിവിലേക്ക് പോകാൻ സഹായിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ CPM പ്രാദേശിക നേതൃത്വവും എന്തായാലും ഉന്നയിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ജോസ് ഫ്രാങ്ക്ലിന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ വീട്ടമ്മയുടെ ആത്മഹത്യാ കുറിപ്പും താൻ നേരിടേണ്ടി വന്ന ഈ കോൺഗ്രസ് നേതാവിൽ നിന്നും നേരിടേണ്ടി വന്നതായി പറയപ്പെടുന്ന ഈ ദുരനുഭവവും ഈ വീട്ടമ്മ അതിൽ കുറിക്കുകയും ചെയ്തിരുന്നത്. അരുൺ, താങ്ക് യു. ആഷൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആരോപണങ്ങളാണ്. അന്വേഷിക്കട്ടെ പോലീസ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ, അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? CPM നേതാവിൻ്റെയും ഒപ്പം ഈ
ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ മകന്റെയും ആരോപണങ്ങളാണ്. അന്വേഷിക്കട്ടെ, സത്യാവസ്ഥ പുറത്തുവരട്ടെ.